കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മുടെ സിനിമയുടെ പേര് പേട്ടറാപ്പ് എന്നാണ്. എൻ്റെ പേര് SJ സിനു എന്നാണ് ടൈറ്റിൽ. പ്രൊഡ്യൂസർ ജോബി പി സാം, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ P കരുണാകരൻ, ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദറാണ്, എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ്. കാരണം എന്നെപ്പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റില്ല, നമ്മളെ ഈ കൂടിക്കാഴ്ചകളെല്ലാം ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പി സാം. ദെൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പേട്ടാറാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ടാറാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. അതിനകത്ത് സർപ്രൈസിംഗ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ ശരിക്കും വേദികയാണ്. വേദികയ്ക്ക് ഇന്നൊരു ഷൂട്ടിംഗ് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടി വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്ത് അതിഗംഭീരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, മൈം ഗോപി, അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു 2 മണിക്കൂർ പടമാണ് പേട്ടറാപ്പ്. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കുക. മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല 2-3 ഡാൻസ് നമ്പറുള്ള സിനിമയാണ്. വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സിനിമ പോയി കാണണം. സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ 27-നാണ് സിനിമയുടെ റിലീസ്. ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. കാരണം ഒരുപാട് പറയാനൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാൻ വയ്ക്കും. താങ്ക് യു. സോറി, ഒരാളെ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത് പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും വന്നിരിക്കുന്ന D ഇമ്മനാണ്. അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ കേട്ട 2 പാട്ടുകളുണ്ട്. ഇനി റിലീസാകാൻ ഒരു 6 പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്നും മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയിരുന്നു. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. കാരണം മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് D ഇമ്മാൻ. സോ ഈ സമയത്ത് എനിക്ക് ഇമ്മാൻ സാറിനോട് ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. ഓക്കെ മിസ്റ്റർ. எல்லாருக்கும் வணக்கம். ஹாப்பி ஓணம் டு ஆல். அட்வான்ஸ் ஹாப்பி ஓணம். உங்களை எல்லாரையும் பார்க்குறது ரொம்ப சந்தோஷமாக இருக்குது. பேட்டர் படத்துக்காக இங்கே உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் யோகி, பிகாஸ் them only I'm here. We'll go on. Okay. Hello. How are you? All right. First of all, happy Onam. And thank you everybody for coming out, and I really hope that you love the song that I am in, which is called Vichu Sayede. And it's my first time performing with Prabhu sir, and I think you guys are going to be blown away by what we've created, and I hope you enjoy. My experience with this project was amazing. It was too short, but I loved working on this. And you know, when you work on so many sets all the time, you get one set that is amazing. You have producers, the director, the people that you're working with, the actors, and everything just fits perfectly. And that's what this project was for me. Everything fit perfectly. You have a
a family with 3 kids and a family. And how you manage this cinema industry and your family? Carefully. And with lots of love. Everything matters. Work matters, family matters, and you have to make sure that you adjust properly. Sunny, you have done around like 12 or 13 item songs or dance numbers. So there are two kind of views to these dance numbers. A certain amount of people say that this is an objectification of women, and there is another view says that it is showing women in a big scale aesthetically. So the only person that uses that first part of your sentence is only the media, because every single person out there listens to the music of each of the films and they love it, and thousands of people come out to watch maybe because of a song. We are now coming out of that generation, but there was a time where I remember people here in Kerala watching one of the songs and they're dancing on the stage. Now you tell me that's not objectification, that's actually enjoying entertainment, and that is what we're here to do, is provide that entertainment. And I think that the only people saying the words that you just used is the media. So we have to stop using that, because we need to make sure that God movie. Vijay sir experience Vijay sir experience. Good, very good. Professor, கொஞ்ச நாள் முன்னாடி ஒரு ஃபங்க்ஷனில் நீங்கள் சொன்னீங்க உங்களோட இந்த பொசிஷனுக்கு ஏதாவது ஆக்டர் வேணும்னா ரிதிக் ரோஷனா இல்லை விஜய் சாரா வேணும்னா அது யாராக இருக்கும்னு சொன்னப்போ நீங்கள் ஒரு ஆன்சராக சொன்னீங்க, யாருமே வர போகிறதில்ல, ஐ எம் கான்ஃபிடென்ட். ரொம்ப நாள் முன்னாடி நீங்கள் ஒரு மேடை அட்ரஸ் பண்ணி பேசும்போது ஒரு குழந்தை உங்ககிட்ட கேட்டு விஜயோ இல்லை ஹிருதிக் ரோஷனோ உங்களோட இந்த பொசிஷன் இல்லை சார், இந்த நம்பர் 1 டான்ஸ் கொரியோகிராஃபர், அந்த பொசிஷனுக்கு வேணும்னா இவரில் யாராக இருக்கும்னு சொல்லும்போது நீங்கள் சொல்லிட்டேன் யாருமே வர போகிறதில்ல, நான் தான் நம்பர் 1. ஞாபகம் இருக்கா? சொல்லவே இல்லை. கொஸ்டின் ஒரு ஆகு, ஆன்சர் ஒரு ஆகு. இட்ஸ் நாட் லைக் தட். அது கொஸ்டின் வேற மாதிரி, ஆன்சர் வேற மாதிரி. சார் பட் கொஸ்டின் இல்லை, இந்த கொஸ்டின் கிடையாது. ஸோ அந்த ஆன்சர் இருக்குல்ல சார், அது அந்த ஆன்சர் எப்படி? இந்த கொஸ்டினுக்கு தானே அந்த ஆன்சர் வரும். இந்த கொஸ்டினை நாங்கள் அந்த ஆன்சர் எப்படி? இல்லை சார், அந்த ஆன்சர் உங்களோட செல்ஃப் கான்ஃபிடன்ஸ்ல இருந்து வருதா இல்லை அந்த கொஸ்டின் அப்படி கேட்கல. அது எப்படி திரும்பி எனக்கு புரியுது, எனக்கு எந்த இடத்துலன்ட்டு. ஆக்சுவலாக கொஸ்டின் வேற, அது ஆன்சர் வேற மாதிரி. அது அப்படி, அதனால அது எப்படி அது ரீக்ரியேட் பண்ணுறது தெரியல. மேபி இப்போ ராங் ஆகிடும். இப்போ நம்ம அப்படி நினைச்சு பேசினா வேற மாதிரி ஆகிடும். உங்களுக்கு அந்த செல்ஃப் பிலீஃப் இருக்கா? நீங்க தான் இல்லை, எனக்கு இல்லை, எல்லாருக்கும் இருக்கணும். இட்ஸ் லைக் இப்போ நீங்கள் இவ்வளோ பேர் இருந்தால் நீங்கள் 2 பேர் மட்டும்தான் கேள்வி கேட்டுருக்கீங்களா? ஒரு கான்ஃபிடென்ட்டாக இருக்குல்ல, அந்த எல்லாருக்கும் இருக்கணும். அது நான் எனக்கு மட்டும் இல்லை, எல்லாருக்கும் அந்த செல்ஃப் கான்ஃபிடென்ட் உங்களுக்கு எப்படி அது இருக்கணும். அது இருக்கணும். நம்மளை பிலீவ் பண்ணணும் இல்லை நம்ம. இட் ஹாஸ் டு பி சார். உங்களுக்கு தெரியுமா தெரியல, இங்கே விஜய் சாருக்கு இங்கே மலையாளத்தில் சூப்பர் ஸ்டார்ஸுக்கு அந்த மாதிரியே ஒரு ஃபேன் ஃபாலோவிங் இருக்குது. ஸோ உங்களோட படங்களில் விஜய் சாரை நாங்கள் வேறு மாதிரியாக பார்த்துருக்கோம், வேறு மாதிரியாக செலிப்ரேட் பண்ணியிருக்கோம். நீங்கள் மிஸ் பண்ணுமா சார் அவரை ஸ்க்ரீனில் பார்க்காத தருணத்தை? அவர் அரசியலுக்கு போயிட்டா மிஸ் பண்ண ஷூர். அவரில் ஒரு பெர்ஃபார்மரில் நீங்கள் எதுதான் ரொம்ப மிஸ் பண்ணுவீங்க? எல்லாமே. இஸ் அ ஹோல்சம் என்டர்டெய்னர் இல்லையா? ஃபுல்லாக டான்ஸ் பண்ணுறாரு, ஃபைட் பண்ணுறாரு, ஆக்ஷன் பண்ணுறாரு, காமெடி பண்ணுறாரு. ரொம்ப இஸ் அ ஹோல்சம் என்டர்டெய்னர். தட்ஸ் வை எவ்ரிபடி லவ்ஸ் இட். அஃப்கோர்ஸ் நம்ம மிஸ் பண்ணுவோம். ஷுவர் ஷாட் மிஸ் பண்ணுவோம். சார், இந்த மின்சார கனவு மாதிரி கொஞ்சம் கண்டென்ட்ஃபுல்லாக இருக்கிற படங்கள் நீங்கள் பண்ணுறதுண்டா? இல்லை இந்த மாதிரி சொல்லுங்க. இந்த மின்சார கனவு மாதிரியான படங்கள் இல்லை, மின்சார கனவு அந்த மாதிரி கண்டென்ட்ஃபுல்லாக இருக்கிற படங்கள் உங்ககிட்ட ഇവരുടെ കേൾക്കുന്നത് പ്രഭുദേവ തന്നെയാണ് വരുന്നത്. വേറൊരു മോഡലാണെന്നുള്ളൂ. പക്ഷെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസ് കുറച്ച് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഒക്കെ സെർച്ചിലിരിക്കും. ஆக்சுவலாக மின்சார கனவுல கண்டென்ட் என்ன கண்டென்ட்? இது லவ் தானே. அந்த லவ்வரை நான் எடுத்துட்டு போயிடுவேன். ரெகுலர்
കൊമേഴ്ഷ്യൽ ആ ഇരുங்க. ആൻസർ பெரிய படத்துக்கு நாட் ஒன்லி இது பிக் மூவிக்கு இப்போ அது ஒரு ஸ்டைல் ஆயிடுச்சு. இவ்வளோ படம் இல்லை, எனி பிக் மூவி கம்ஸ் அது மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க. பட் இட்ஸ் கோயிங் வெரி வெல். அவ்வளோதான், ட்ரோல் பண்ணி அப்படிதான் அது வந்து வி ஒர்க் லிவ் இட் டு ஆடியன்ஸ். தட்ஸ் இட். For the reaction. മാസ്റ്റർക്ക് അതിനെ പറ്റിയൊന്നും ഈ ഡിസൈൻ അബൌട്ട് അങ്ങനെ പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പം നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്നല്ല. ഞാൻ വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളും നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെപ്പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്? That I don't know. അതിനെപ്പറ്റി I don't know. It is. I don't know how to address it. That's it. But I know about it, but I don't know how to address it. So media and that. That's it. Prabhadar sir, is there any dream role you want to act in? Eduma? Is there any dream role you want to act? Dream role, huh? இந்த லட்சுமியில கூட ஒரு அப்பாவோட இமோஷன் பார்த்துல அதுல டான்ஸ் இருக்கு, இமோஷனல் இருக்கு. ஒரு அப்பாவோட அந்த சங்கடம் எல்லாம் அந்த ஃபிலிமில பார்த்தாச்சு. அவ்வளோ இமோஷனல், அவ்வளோ டீப்பா ஏதாவது கேரக்டர் ஆக்ட் பண்ண அப்படி ஏதாவது இல்ல அப்படி இந்த ஃபர்ஸ்ட்ல இது இம்பார்ட் இல்லை. ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் மை 200%. அது மட்டும் வந்தது கரெக்டாக பண்ணணுன்றது அந்த இது இருக்கு எனக்கு. அந்த பகீரெல்லாம் கூட அந்த சைக்கோ மாதிரி பாடும்போது இல்லை அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ, ஐ ஆஸ்க் எஸ் சார் யூ கேன் டூ இட். தென் ஐ வில் கோ தேர். தட்ஸ் இட். அக்கார்டிங் டு டைரக்டர்ஸ் கரெக்ஷன். ഷാജുനെ ചെയ്യുമ്പോൾ ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെ ഉള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത അത് ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമയിൽ അധികം പേരോട് ചെയ്തിട്ടുണ്ട് ഷാജുനേട്ടൻ. പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് അതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതൊരു ബാരിയർ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നേക്കാളൊക്കെ അങ്ങോട്ട് സംസാരിക്കുകയും അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ഈസിയാണ്. ഞാൻ പറഞ്ഞ മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം ഇങ്ങനെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എന്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാൻ. എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരോട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറുള്ളൂ. വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലാണ്.